വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്ന് അമ്മയുടെ ഉദരത്തിൽ ഈശോ രൂപം കൊണ്ടതുപോലെ ഈ നിമിഷം ഈ ഒരു സായാഹ്നം എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എൻ്റെ ഉള്ളിൽ ഈശോ രൂപപ്പെടട്ടെ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, ആത്മാവിൽ, എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എൻ്റെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, നൊമ്പരങ്ങളിലെല്ലാം ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിന് ഒന്ന് ചേർന്ന് കൈയടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമെല്ലാവരും. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന നിമിഷങ്ങളെ കുറിച്ചാണ്. അസ്ഥികളുടെ താഴ്വാരത്തിൽ പരിശുദ്ധാത്മശക്തിയാൽ അസ്ഥികളുടെ താഴ്വാരത്തിലുള്ള ഉണങ്ങി വരേണ്ട അസ്ഥികളെല്ലാം ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു എന്ന വചനം പറയുക. ജീവനുള്ള ഒരു സൈന്യം പോലെ, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. എലിയാ പ്രവാചകന്റെ കാലത്ത് കർത്താവിന്റെ ശക്തി പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആഹാബ് രാജാവിന്റെ മുൻപിൽ കർമ്മല മലയിൽ വെച്ച് ഏലിയ അതിശക്തമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അഗ്നി ഇറങ്ങി വന്ന് കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ബലിയർപ്പണങ്ങളെല്ലാം പൂർത്തീകരിച്ച് കർത്താവ് മാത്രമാണ് ദൈവമെന്ന് കൂടി നിന്ന് ജനം മുഴുവൻ ഏറ്റുപറയത്തക്ക വിധം കർത്താവ് ഇടപെട്ട നിമിഷങ്ങളെ ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ചു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചില്ല. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചില്ല. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും ചേർന്ന് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർത്താവിന്റെ ശക്തി എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. എല്ലാ മനുഷ്യരുടെ മേലും കർത്താവിന്റെ കരം എന്നും ഉയർന്നു നിൽക്കുന്നു. നിന്നെ അനുഗ്രഹിക്കാൻ പറ്റാത്ത വിധം എൻ്റെ വലതുകരം കുറുകിപ്പോയിട്ടില്ല എന്ന് കർത്താവ് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ 73 പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ കർത്താവിൻ്റെ ശക്തിയാണ്, കരുണയാണ്, സ്നേഹമാണ്.
നമ്മളെ വെറുതെ തള്ളിക്കളയുകയില്ല. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. കർത്താവിൻ്റെ ശക്തിയിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന മക്കളെയാണ് കർത്താവിന് ആവശ്യം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അതേ തിരുവചനം ഈ നിമിഷം പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. മാർഗരറ്റ് അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, എന്നിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കാൻ ജനത്തോട് പറയുക. കർത്താവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. യേശുവേ, നിന്നെ ഞാൻ ശരണപ്പെടുന്നുവെന്ന് ഏറ്റുപറയാൻ അലക്കോക്കിനോട് ഈശോ പറഞ്ഞതുപോലെ ഈ നിമിഷം നമുക്ക് പറയാം, എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു, നിന്നിൽ ശരണപ്പെടുന്നു. നീ എൻ്റെ അഭയമാണ്, കോട്ടയാണ്, പരിചയമാണ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കരമുയർത്തി ഒന്ന് ചേർന്ന്, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി ബലികളെല്ലാം സ്വീകരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അവിടുന്ന് ഉറപ്പുവരുത്തി. ആ മക്കളെല്ലാം ആശീർവദിച്ചു. അവരുടെ എല്ലാം ഇടയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചു. മോശയുടെ പ്രവചനം കേട്ട് 72 കൂടിയിരുന്ന ജനങ്ങളും ഒത്തുചേർന്ന് കൂടാരത്തിനകത്ത് പ്രവേശിച്ചവരെല്ലാം പ്രവചിച്ചു. ഈശോയുടെ ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷം ആത്മാവിൻ്റെ നിറവിൽ മനുഷ്യരൊക്കെ പ്രവചിച്ചത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഏക മനസ്സോടെ അവർ പ്രാർത്ഥിച്ചു എന്ന് പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 നമ്മൾ കാണുന്നു, അപ്പോസ്തലന്മാർ പരിശുദ്ധ മറിയത്തോടും മറ്റു സ്ത്രീകളോടും ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്യുന്നു, അഗ്നിയായി കടന്നു വരും. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. കരങ്ങൾ ഉയർത്തുന്നു ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏക മനസ്സോടെ പ്രാർത്ഥിച്ച പരിശുദ്ധമ്മയോടും അപ്പോസ്തലന്മാരും കാണിച്ച അതേ ആത്മാവിന്റെ അഭിഷേകം ഈ നിമിഷം അവരുടെ മേൽ കടന്നു വന്നതുപോലെ പെന്തക്കോസ്ത് അനുഭവത്തിൽ കാറ്റായി, തീയായി, മേഘമായി, ശക്തിയായി കടന്നു വന്നതുപോലെ, ഈശോ ശബ്ദമായി അവിടെ നിന്ന് കടന്നു വന്നതുപോലെ ഈ നിമിഷം ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളിലും. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഭയം നൽകണമേ. ആശ്രയിക്കുന്ന മക്കളെല്ലാവരും കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കും. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി സ്തുതിക്കുന്ന സമയത്ത് കൂടുതൽ അഭിഷേകം വേണ്ടവർ മുമ്പിലോട്ട് വരണം കേട്ടോ. മുമ്പിൽ വന്നിരുന്ന് ഒരുമിച്ച് നിന്ന് സ്തുതിക്കണം. സ്തുതിക്കുന്ന സമയമാകുമ്പോൾ കേട്ടോ എല്ലാവരും മുമ്പിലേക്ക് വരണം. അവിടെ ബെഞ്ചൊക്കെ അവിടെ കിടന്നോട്ടെ. ഇവിടെ വന്ന് നിന്നിട്ട് ഒരുമിച്ച് സ്തുതിക്കണം. കൂടുതൽ അഭിഷേകം കിട്ടാൻ നമുക്ക് ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷം കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ പാടിയ പാട്ടിൻ്റെ ആ സംഭവം വിവരിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വാരം. അസ്ഥികളുടെ താഴ്വാരം. ഈ അസ്ഥികളുടെ താഴ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരേണ്ട അസ്ഥികൾ കിടക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് അത് ജീവനില്ലാത്ത ഏറ്റവും വലിയ ഒരവസ്ഥയാണ്. ജീവനില്ലാത്ത അവസ്ഥ. ജീവൻ മുഴുവനും വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ അസ്ഥികളുടെ താഴ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ജീവന്റെ ലക്ഷണം പോലും, മരണത്തിൻ്റെ താഴ്വരയാണെന്നർത്ഥം. മരണത്തിൻ്റെ താഴ്വര വലിയൊരു അനുഭവമാണത്. മരണത്തിൻ്റെ താഴ്വര എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമില്ല, ദൈവസാന്നിധ്യമില്ല, ജീവന്റെ തുടിപ്പില്ല, ഒന്നുമില്ല, നിരാശ, നാശം എല്ലാം നിബന്ധിച്ച അവസ്ഥ. ആർക്കായിരുന്നു ഈ അവസ്ഥ എന്നറിയോ? ആർക്കായിരുന്നു ഈ അവസ്ഥ? ഇസ്രായേൽക്കാർക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കായിരുന്നു? ഇസ്രായേൽക്കാർക്ക്. ഇസ്രായേൽക്കാർക്ക് എന്നായിരുന്നു ഈ അവസ്ഥയെന്നറിയോ? ഈ അവസ്ഥ അവർക്കുണ്ടായിരുന്നത് 587 മുതൽ 538 വർഷം വരെയുള്ള 50 വർഷക്കാലം ബാബിലോൺ വിപ്രവാസത്തിൽ ഇസ്രായേൽ ജനം കഴിയുകയാണ്. 587 മുതൽ 538 വരെ താഴേക്കാണ് എണ്ണുന്നത്, ഈ ക്രിസ്തുവിന് മുമ്പുള്ള കാലം. അങ്ങനെ 50 വർഷം അവര് ബാബിലോൺ അടിമത്തത്തിൽ വിജാതീയരുടെ കീഴിൽ കഴിയുന്നൊരു കാലം. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ന് ഉറക്കെ പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. എന്ന് കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൽ വിശ്വസിക്കുന്നതിൽ അഭിമാനം കൊള്ളണം, ഇല്ലേ? നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നതിൽ അഭിമാനം കൊള്ളണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതിൽ അഭിമാനം വേണം. ഹല്ലേലൂയ എന്ന് പറയുന്നതിൽ അഭിമാനം വേണം, സന്തോഷം വേണം. കാരണം ഇത് പറയുന്നത് നമ്മുടെ ഈശോയോടാണ്. എൻ്റെ ഈശോ. നമ്മൾ ചേർന്ന് മുട്ടി നിൽക്കണം ഈശോയോട്. ഇപ്പോൾ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത, 350 വർഷം കഴിഞ്ഞു മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട്. ഇത് 350-ാമത്തെ വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ ഈശോയുടെ 350 വർഷം. ദിവ്യകാരുണ്യ ഈശോ തന്നെ മേരി അലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് 350 വർഷം തികയുന്നു ഈ വർഷം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. 350 വർഷം എന്ന് പറഞ്ഞാൽ ജൂബിലി വർഷമാണ്. അപ്പോൾ ഈ സമയത്ത് ഫ്രാൻസിസ് പാപ്പ ഒരു പുസ്തകം എഴുതി. കേട്ടായിരുന്നു ആ പുസ്തകത്തെക്കുറിച്ച്? കഴിഞ്ഞ ഒക്ടോബർ 24 ഏതാണ്ട് ഒരു മാസവും 2 ആഴ്ചയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പ ഒരു പുസ്തകം എഴുതി. എന്താണ് പുസ്തകത്തിൻ്റെ പേര്? ലത്തീനിൽ ഇങ്ങനെയാണ്, ദിലേക്ഷിത്നോസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എന്താ ഇതിൽ പറയുന്നറിയോ? അവൻ നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ സ്നേഹിച്ചു. ആര്? ഈശോ നമ്മളെ സ്നേഹിച്ചു. ആരാ അത് പറയണെന്നറിയോ? അവൻ നമ്മളെ സ്നേഹിച്ചു. അവന്റെ സ്നേഹത്തിൽ ആര് നമ്മളെ വേർപെടുത്തും? Who will separate us from the love of Jesus Christ who crucified for us? നമുക്ക് വേണ്ടി മരണം വരിച്ച, കുരിശിൽ മരിച്ചവന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ആരാ പറയണേ? പൗലോസ്ലീഹ. ആരോടാ പറയണേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ, അല്ലേ? 36, 37, 38 വാക്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയാണ് അവിടെ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്യം എടുത്തിട്ട് ഫ്രാൻസിസ് പാപ്പ ഒരു പുസ്തകം എഴുതി. അത് ഈശോയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ, മേരി മാർഗരറ്റ് അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 350-ാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. അവൻ നമ്മെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമുക്കൊരു ധ്യാന വിഷയമേ ഉള്ളൂ. എന്താ നമ്മുടെ ധ്യാന വിഷയം? ഈശോ, അല്ലേ? എന്താ നമ്മുടെ ധ്യാന വിഷയം? ഈശോയാണ് നമ്മുടെ ധ്യാന വിഷയം. അവൻ നമ്മെ സ്നേഹിച്ചു എന്നതാണ് നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം? അവൻ നമ്മെ സ്നേഹിച്ചു, ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഈ പുസ്തകത്തിൽ എന്താണ് എഴുതണമെന്നറിയോ? ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്.
ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പ എഴുതുന്നത്. എന്താ എഴുതുന്നത്? അവൻ്റെ ഹൃദയം മുറിവേറ്റ ഹൃദയം, നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയം. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അതിൽ എഴുതി വയ്ക്കുന്നു. എന്നിട്ട് പറയാണ്, ആ ഹൃദയം നിരന്തരം ജ്വലിക്കുന്നു, സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. ആരോട്? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നു. അതാണ് തിരുഹൃദയ രൂപത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീയാണ് കാണുക, അല്ലേ? എന്താ കാണുക? തീ, ഫയർ. എന്തിൻ്റെ ഫയർ? അത് സ്നേഹത്തിൻ്റെ ഫയറാണ്, സ്നേഹത്തിൻ്റെ അഗ്നിയാണ്. ഈശോയുടെ ഹൃദയം സ്നേഹാഗ്നി കൊണ്ട് ജ്വലിക്കുകയാണ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. അവൻ്റെ ഹൃദയം ഇങ്ങനെ വിണ്ടുകീറപ്പെട്ട ഹൃദയമാണ്. ഇത് ഈശോ തന്നെ മേരി അലക്കോക്കിനോട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഹൃദയം മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്നു, അഗ്നിയായി ജ്വലിക്കുന്നു. എൻ്റെ മുറിവേറ്റ ഹൃദയം, അതിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും, പ്രൈസ് ദി ലോർഡ്, അതിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കൃപയാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കൃപ. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിൻ്റെ ചുറ്റിലും ഒരു മുൾക്കിരീടവും കൂടി ഉണ്ട്. നമ്മൾക്ക് അറിയാം, തിരുഹൃദയ രൂപത്തിൽ അതുണ്ട്. ഈശോ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ചുറ്റിനും ഒരു മുൾക്കിരീടമുണ്ട്. എന്താണ് ആ മുൾക്കിരീടം? അത് ഞാൻ അനുഭവിച്ച പീഡാസഹനത്തിൻ്റെ ഓർമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ അനുഭവിച്ച പീഡാസഹനത്തിൻ്റെ ഓർമ്മയാണ് ആ മുൾക്കിരീടം. ഇന്നും അത് എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണ് കുത്തി മുറിവേൽപ്പിക്കുക? നമ്മുടെ പാപങ്ങളെ പ്രതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈശോയുടെ സ്നേഹത്തെ അറിയാതെ പോകുമ്പോൾ, പാപം എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ വലിയ പാപങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, മറിച്ച് ഈശോയുടെ സ്നേഹത്തെ അവഗണിക്കുന്നത് അത് പാപമാണ്. ഈശോയുടെ സ്നേഹത്തെ മറന്നു പോകുന്നത്, സ്നേഹത്തെ നമ്മൾ കണക്കാക്കാത്തത്, വിലമതിക്കാത്തത്, അത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ സ്നേഹത്തെ വിലമതിക്കണം. നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവർ നമ്മുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ടാവൂലേ? ഇല്ലേ? വിഷമമുണ്ടാവൂലേ? നമ്മൾ ആരെങ്കിലും സ്നേഹിക്കും. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയാണ്, പക്ഷേ ഭാര്യയ്ക്ക് മനസ്സിലാവണില്ല ഭർത്താവിൻ്റെ സ്നേഹം. എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും മനസ്സിലാവണില്ല, വിഷമമുണ്ടാവൂലേ? അപ്പോൾ അതാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോഴും, നിങ്ങളെല്ലാം മാതാപിതാക്കളാണ് അല്ലേ? നിങ്ങൾ മക്കളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മക്കൾക്കത് മനസ്സിലായില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്നേഹം മക്കൾക്ക് മനസ്സിലാവണില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടും അവർക്ക് ആ സ്നേഹം മനസ്സിലാവണില്ല. തിരിച്ചവർ സ്നേഹിക്കുന്നില്ല, നമ്മുടെ സ്നേഹത്തെ അവർ വിലമതിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്ക് വേദനയും നൊമ്പരവും വരും. ഇത് തന്നെ ഈശോ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഈശോ എപ്പോഴും ഈ നൊമ്പരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയുടെ സ്നേഹത്തെ വിലമതിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ സ്നേഹത്തെ വിലമതിക്കപ്പെടുന്നില്ല. യേശുവിടെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നില്ല, രുചിച്ചറിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ചുറ്റും ആ മുൾക്കിരീടം എപ്പോഴും കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി അത് കൃപയുടെ നദിയാണ്. അതിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും കൃപയുടേതാണ്. ജീവജലത്തിൻ്റെ അരുവിയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ അരുവിയാണ്. കരമുയർത്തി എന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമുയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉറക്കം വരുന്നവർ എഴുന്നേറ്റ് നിന്ന്. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ആരും ഉറങ്ങിയിട്ടല്ലോ കേട്ടോ ഞാനിത് പറയണേ. ചിലർ ഉറങ്ങണ ക്ഷീണം പോലെ ഇങ്ങനെ ഇരിക്കുക, ബലം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും കരമുയർത്തി ഈശോയെ സ്തുതിച്ച്, ഒന്ന് സ്തുതിച്ച്, കരമുയർത്തി സ്തുതിച്ച്, സ്തുതിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയുടെ സ്നേഹം നമ്മൾ അളന്ന് കുറിച്ച് സ്നേഹിക്കാൻ പറ്റാത്ത വിധം അത്ര വലിയ സ്നേഹമാണ് ഈശോയെ. പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത സ്നേഹം. എനിക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട ഹൃദയമാണ് എൻ്റെ ഈശോയുടെ ഹൃദയം. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അഗ്നി, ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലം, ആ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന സ്നേഹം അതെൻ്റെ ഹൃദയത്തിൽ പതിയണം, എൻ്റെ ഹൃദയത്തോട് ചേരണം. ഫ്രാൻസിസ് പോപ്പ് പറയാണ്, ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. അങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പ പുസ്തകത്തിൽ എഴുതണേ. ദിലക്ഷിത്നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുകയാണ്, നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയവും തമ്മിൽ മുട്ടിയുരുമ്മി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയവും തമ്മിൽ മുട്ടിയുരുമ്മി നിൽക്കണം. ആ ഒരു സ്നേഹബന്ധത്തിലേക്ക്, ആഴമായ സ്നേഹ അനുഭവത്തിലേക്ക് നമ്മൾ വരണമെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഈശോ തൻ്റെ എന്താ പറയുക, വെളിപ്പെടുത്തലിൽ, മേരി അലക്കോക്കിനുള്ള വെളിപ്പെടുത്തലിൽ പറഞ്ഞതുപോലെ,
യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് നമ്മൾ പറയണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുക. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. നമ്മൾ ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ രൂപത്തിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, യേശുവേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഇത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണെന്ന് പറയാം. ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ഏത്? ഈശോ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, യേശുവേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. യേശുവേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഐ ട്രസ്റ്റ് ഇൻ യു. അതാണ് ഈശോ അത് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഈശോയിൽ ആശ്രയിക്കണം. എപ്പോഴും ഇങ്ങനെ ഒരു ആശ്രയ ബോധം നമുക്കുണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവജലത്തിൻ്റെ അരുവി എന്നാണ് പറയുക. ജീവജലത്തിൻ്റെ അരുവി. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവജലമില്ലാത്ത അവസ്ഥയാണ് ഉണങ്ങി വരേണ്ട അവസ്ഥയെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ അസ്ഥികളുടെ താഴ്വാരത്തിൻ്റെ പ്രശ്നം എന്താ? അത് ജീവജലമില്ലാത്ത അവസ്ഥയാണ്, ജീവനില്ലാത്ത അവസ്ഥയാണ്, ആത്മാവില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം ബാബിലോൺ വിപ്രവാസത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നു ദൈവം അകന്നുപോയി. ദൈവാശ്രയ ബോധം ഈ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവാശ്രയ ബോധം ഈ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു. ഒരു വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് ഞാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എപ്പോഴും ഓർക്കുക, അത് ഭയങ്കര അപകടമാണ്. ഈ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയും. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം എന്ന് പറയും. ആത്മീയ അഹങ്കാരം അത് പിശാചിൻ്റെ വലിയൊരു തട്ടിപ്പാണ്, വലിയൊരു പ്രലോഭനമാണ്. പല പ്രാർത്ഥിക്കുന്ന ആളുകളും തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ളത് ഈ ആത്മീയ അഹങ്കാരം കയറിയിട്ടാണ്. ആത്മീയ അഹങ്കാരം കയറിയാൽ വിനയമില്ലാത്ത പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. വിനയമില്ലാത്ത പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമല്ല. അമലോത്ഭവയാണ് പരിശുദ്ധ മറിയം, കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ മറിയം. പക്ഷേ ആ പരിശുദ്ധ മറിയം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് എന്താ പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ പാടില്ല. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് അഹങ്കാരം തോന്നാൻ പാടില്ല. മറ്റുള്ളവരെ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ നമ്മൾ വിലയിരുത്താൻ പാടില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അബദ്ധമുണ്ട്, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനല്ല, പ്രാർത്ഥനക്കാരിയാണ് എന്നുള്ളൊരു തോന്നൽ. പക്ഷെ കർത്താവിനത് സ്വീകാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്വീകാര്യമല്ല. കാരണം എന്താ? അത് ഫരിസയന്റെ മനസ്സാണ്, ഫരിസയന്റെ മനസ്സാണ്. ഇതാണ് ഫരിസയൻ ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു എന്ന് കർത്താവ് പറഞ്ഞു കേട്ടില്ലേ? സിനഗോഗിൽ പ്രവേശിച്ചവൻ പറയാണ്, കർത്താവേ ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ സാബത്ത് ആചരിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയാണ് കർത്താവിന് സ്വീകാര്യനല്ല. കർത്താവിന് സ്വീകാര്യനായത് ആരാണ്? ചുങ്കക്കാരനായ പാപിയാണ്. അവൻ എന്താ വിളിക്കുക? അവൻ അവിടെ നിന്നിട്ട് പറയാണ്, കർത്താവേ അങ്ങയുടെ നേരെ എൻ്റെ കണ്ണുകൾ പോലും ഉയർത്താൻ ധൈര്യം കാണിക്കാതെ, ദൈവമേ കർത്താവേ ഞാൻ പാപിയാണ് എന്ന് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള മനുഷ്യരെയാണ് കർത്താവിന് സ്വീകാര്യരായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് അല്ല പ്രാർത്ഥനക്കാരിയാണ് എന്നുള്ള അഹങ്കാരം എപ്പോൾ മനസ്സിൽ വരുന്നോ അപ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ കയറിയെന്ന് അർത്ഥം. പിശാച് നമ്മളെ നിരന്തരമായിട്ട് വേട്ടയാടുന്ന ഒരു പ്രതീതിയാണ് ആ ചിന്ത. അങ്ങനെ വിചാരിച്ച പല മനുഷ്യരുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ഒരാളെയും നമ്മുടെ പ്രാർത്ഥനയുടെ പേര് വിലയിരുത്താൻ പാടില്ല. നമ്മളെക്കാൾ നന്നായിട്ട് അവരുടെ പ്രാർത്ഥനയായിരിക്കും കർത്താവിന് ചിലപ്പോൾ സ്വീകാര്യമായിട്ടുള്ളത്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വരുന്ന ഒരു വിളിയാണ്, മുറവിളിയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവസ്നേഹത്തെ പ്രതി വരുന്ന ഒരു മുറവിളിയാണ് നമ്മുടെ പ്രാർത്ഥന. കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ മോശയോട് കർത്താവ് പറഞ്ഞതുപോലെ മോശയോട് പറയാണ്, മോശേ ഇസ്രായേൽ ജനം, എൻ്റെ ജനത്തിൻ്റെ രോദനം എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു, അതുകൊണ്ട് നീ ഈജിപ്തിലേക്ക് പോവുക, എൻ്റെ ജനത്തെ മോചിപ്പിക്കുക. ജനത്തിൻ്റെ രോദനം കർത്താവിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ജനത്തിൻ്റെ രോദനം കർത്താവിൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് വില കൊടുക്കുന്നത്. അതെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആത്മീയ അഹങ്കാരം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ ജനത്തിന്. കാരണം അവരിതുപോലെ തന്നെ അഹങ്കരിച്ചു. അവർ ദൈവത്തെ മറന്നു ജീവിച്ച മനുഷ്യര് ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളെപ്പോലെ ആയിപ്പോയി എന്നർത്ഥം. അങ്ങനെ ആയിപ്പോയി.
നമ്മൾ അറിയൂല. അവരങ്ങനെ ആയിപ്പോയത് അവരറിഞ്ഞില്ല. അപ്പോഴും അവർ ബാബിലോൺകാരെ കല്യാണം കഴിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുമൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എപ്പോഴും ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ പലരും അറിയാറില്ല. നമ്മൾ സാധാരണ പോലെ തന്നെ ഇങ്ങനെ ജീവിക്കും. പക്ഷെ എപ്പോഴും ഓർക്കുക, ഈശോയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംവേദനം, ദ കമ്മ്യൂണിക്കേഷൻ, അത് ഇപ്പോഴും ഉണ്ടോ? എൻ്റെ ഹൃദയവും ഈശോയുടെ ഹൃദയം തമ്മിലുള്ള ഒരുമപ്പെടൽ അതിപ്പോഴും ഉണ്ടോ? അതെപ്പോഴും വിലയിരുത്തേണ്ട ഒന്നാണ്. ഇസ്രായേൽക്കാർക്ക് അതിൽ പരാജയപ്പെട്ടു. അവരിങ്ങനെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ വിപ്രവാസത്തിൽ വെച്ചും ചെയ്തു. പക്ഷെ ദൈവസ്നേഹം ഉണ്ടായിരുന്നില്ല, കർത്താവിനെ മറന്നുപോയി. ആ ഒരു അവസ്ഥയാണ് എസെക്കിയേൽ പ്രവാചകൻ കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവഭയമില്ലെങ്കിൽ, നമുക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ, നമുക്ക് വിനയമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റില്ല. മറ്റുള്ളവരോട് നമ്മൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കും, പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ദൈവത്തോട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും. എപ്പോഴും വലിയൊരു ശത്രു നമ്മുടെ മനസ്സിലുണ്ടാവും. ആരെങ്കിലും ഒരാൾ നമ്മുടെ ശത്രുവായിട്ട് നമ്മൾ കരുതും. അതെപ്പോഴും ഓർക്കണം, അപകടകരമായൊരവസ്ഥയാണ്. ഏതെങ്കിലും ഒരാൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ശത്രുവിനെ പോലെ ഉണ്ടാവും. പരിശോധിച്ച് നോക്കണം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടോ എന്ന്. നമുക്ക് ആരോടെങ്കിലും പൊറുക്കാനാവാത്ത, ക്ഷമിക്കാനാവാത്ത പകയുണ്ടോ എങ്കിൽ അതിനർത്ഥം നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം നമ്മുടെ ജീവിതം ഉണങ്ങി വരേണ്ട അസ്ഥികളെപ്പോലെ ജീവനില്ലാത്ത അവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എപ്പോഴും ഓർക്കണം, ഒരാളോടും പക ഉണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത്, അസൂയ ഉണ്ടാവരുത്, അഹങ്കാരം ഉണ്ടാവരുത്. പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത്. ഇത് വിനയത്തോടുകൂടെ കർത്താവിൻ്റെ ആത്മാവുമായിട്ടുള്ള സമ്പർക്കമാണെന്ന് ഓർക്കണം പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നൊരു പാട്ട് പാടാം. എല്ലാവർക്കും എഴുന്നേറ്റ് അഭിഷേകം വേണ്ടവരൊക്കെ ഫ്രണ്ടിലേക്ക് വാ. സ്തുതിപ്പിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് താല്പര്യമുള്ള എല്ലാവരും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് കയറി നിന്ന് സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിന് ഏറ്റവും സന്തോഷമുള്ള, ആനന്ദത്തോടെ ആർത്തുല്ലസിക്കണമെന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം പാടിയിട്ടുള്ളത് തമ്പുരുമീട്ടിയും വീണമീട്ടിയും ഒക്കെയാണ്. അങ്ങനെ ആടിപ്പാടി കർത്താവിന് മുമ്പിൽ സ്തുതിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ആനന്ദമുള്ള മക്കളായിട്ട് മാറണം. ഗൗദേത്തെ എത്ത് എക്സുൽത്താത്തെ എന്ന് ഫ്രാൻസിസ് പാപ്പ പറയും. ആഹ്ലാദിച്ച് ആനന്ദിക്കുവൻ എന്ന് പറയും. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ക്രിസ്തു ജീവിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ വേറൊരു പുസ്തകമാണ് ക്രിസ്തു സ്വീവിത്ത്. ക്രിസ്തു ജീവിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം, നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. എന്താണ്? ക്രിസ്തു ജീവിക്കുന്നു. ഉദ്ധിതനാണ് നമ്മുടെ കർത്താവ്. മരിച്ച് മൺമറഞ്ഞു പോയവനല്ല നമ്മൾ വിശ്വസിക്കുക. മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിലാണ്. ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവിലാണ്, അല്ലേ? ആ ഈശോ നമ്മുടെ ഒപ്പമുണ്ട്. ഉറപ്പുള്ളവരെന്ന് കൈവക്കിയേ, ഉറപ്പുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നമ്മുടെ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. നമുക്ക് കൈയടിച്ച് പാടാം. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നു. കേട്ടോ, എല്ലാവർക്കും കൈയടിച്ച് വെച്ചിട്ട്, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നിരുന്ന, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും സ്നേഹത്തോടെ. യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ, യേശുവേ നാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന. ഈശോ ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ, പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന
അങ്ങേക്കാരാധന. സ്നേഹത്തോടെ ആരാധന ഈശോ, ആരാധന ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ദിവ്യകാരുണ്യമേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന യേശുവേ അങ്ങേക്കാരാധന. തിരുവോസ്തിരൂപനെ, തിരുവോസ്തിരൂപനെ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. തിരുവോസ്തിരൂപനെ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. തിരുവോസ്തിരൂപനെ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. തിരുവോസ്തിരൂപനെ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന. പാപവിമോചക, പാപവിമോചക അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. പാപവിമോചക അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. പാപവിമോചക അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. പാപവിമോചക അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന ആരാധന ഈശോ, ആരാധന. ലോകൈക രക്ഷക, ലോകൈക രക്ഷക അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ലോകൈക രക്ഷക അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ലോകൈക രക്ഷക അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ലോകൈക രക്ഷക അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ആരാധന 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 ഈശോ, ആരാധന ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. മേരി സുതനെ, മേരി സുതനെ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. മേരി സുതനെ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. മേരി സുതനെ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. മേരി സുതനെ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കും നീതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. കരങ്ങൾ ഉയർത്തി ഈശോ എന്ന് ചേർന്ന് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ മക്കളെ ഏക മനസ്സോടെ ഏക വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് യേശു മാത്രമാണ് അഭയം, ആശ്രയം, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, എൻ്റെ പരിചയം, എൻ്റെ കർത്താവ് മാത്രമാണ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച അന്ധനായ മനുഷ്യനോട് കർത്താവെ കരുണ കാണിച്ചതുപോലെ കുഷ്ഠരോഗിയോട് കർത്താവെ നീ മനസ്സാകുന്നുവെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാകുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയോട് ഞാൻ മനസ്സാകുന്നു, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞതുപോലെ നിമിഷം കർത്താവ് ഇടപെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ തൊട്ടു. അവൾ വിശ്വസിച്ചു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും. അതേ വിശ്വാസത്തോടെ ഈശോയെ സ്പർശിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട് ഈശോയെ തൊടുന്ന നിമിഷം ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിടുതലായി കടന്നു വരട്ടെ.
കർത്താവേ, വിടുതലായി കടന്നു വരട്ടെ. ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയുടെ അഭിഷേകം നിറയട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അനേകം രോഗികളെ, മുടന്തരെ എല്ലാം കൊണ്ടുവന്ന് കിടത്തി. തളർവാദ രോഗികൾ, പിശാച് ബാധിതർ, അന്തർ, ബധിരർ, മൂകർ, കർത്താവെ എല്ലാത്തരം മനുഷ്യരെയും കർത്താവ് സുഖപ്പെടുത്തി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവന്റെ തിരുവചനം കേട്ടവർ സൗഖ്യപ്പെട്ടു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ ശക്തി അന്നും ഇന്നും എന്നും ഒന്നും ഒരുപോലെ, ഇന്നലെയും ഇന്നും നാളെയും അവൻ ഒരാൾ തന്നെ. ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കർത്താവെ, സഹനവും മരണ ഉത്ഥാനവും കർത്താവെ, പെസഹ രഹസ്യങ്ങൾ മുഴുവനും വഴി അവിടുന്ന് വിജയം വരിച്ചു. മരണത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ ആധിപത്യം പുലർത്തി ഇന്നും ജീവിക്കുന്ന കർത്താവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആധിപത്യമുള്ള ദൈവം, വിമോചകനായ കർത്താവ്, സമഗ്ര വിമോചകൻ. ഒരു മനുഷ്യനെയും ഒരാളെ പോലും നിരാശപ്പെടുത്താതെ കർത്താവ് എല്ലാ മക്കളെയും സ്പർശിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിടുതലായി കടന്നു വരട്ടെ. ഈശോയുടെ കൃപ ഒഴുകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ, 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 നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു പുതിയ പെന്തക്കോസ്ത്, ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ജീവജലം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥന. എല്ലാ മക്കളുടെ മേലും ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ ശക്തി കടന്നു വന്നപ്പോൾ നമ്മൾ കാണുന്നത്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈശോയുടെ വലിയ കൃപ, ദൈവത്തിൻ്റെ കൃപ മനുഷ്യരുടെ മേൽ കടന്നു വന്നപ്പോൾ ആ അസ്ഥികളിൽ, ഉണങ്ങി വരേണ്ട അസ്ഥികളെല്ലാം കിരുകിരാ ശബ്ദത്തോടെ ഓടിക്കൂടി അത് മനുഷ്യരൂപം പ്രാപിച്ചുവെന്നാണ്. മനുഷ്യരൂപം പ്രാപിച്ചു. അതിലെല്ലാം മാംസവും മജ്ജയും നാഡീ ഞരമ്പുകളും എല്ലാം ഉണ്ടായി. അങ്ങനെ എല്ലാവരും ആ ഉണങ്ങി വരേണ്ട അസ്ഥികളാണ്. അതെല്ലാം മനുഷ്യരായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിലൊക്കെ ജീവനുള്ള മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ ജീവനില്ല, ഒന്നിനും ജീവനില്ല. മനുഷ്യരൂപങ്ങൾ മാത്രമാണ്. മനുഷ്യരൂപങ്ങളായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അസ്ഥികൾ, ഉണങ്ങി വരേണ്ട അസ്ഥികൾ. അപ്പോഴാണ് കർത്താവ് പറയുക, എസെക്കിയേൽ പ്രവാചകനോട് പറയുക, മനുഷ്യപുത്ര, ജീവവായുവിനോട് പറയുക, ജീവവായുവേ വീശുക, ഈ മനുഷ്യരുടെ മേൽ അവിടുത്തെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ആ നിമിഷം ഉണങ്ങി വരേണ്ട അസ്ഥികളായിരുന്നു. അത് മനുഷ്യരൂപങ്ങൾ പ്രാപിച്ചു. ആ മനുഷ്യരൂപത്തിൻ്റെ മേൽ ജീവനില്ലായിരുന്നു. ജീവനുണ്ടാകാൻ വേണ്ടി ജീവവായുവാകുന്ന പരിശുദ്ധാത്മാവ്, പ്രൈസ് ദി ലോർഡ്, ജീവവായുവാകുന്ന പരിശുദ്ധാത്മാവ് ഈ മനുഷ്യരൂപങ്ങളിൽ നിറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവര് ആരവം മുഴക്കി. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള ആരവമാണ്? യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യം യുദ്ധകാഹളം മുഴക്കുന്നത് പോലെ ഈ കൂടി നിൽക്കുന്ന മനുഷ്യര് ആരവം മുഴക്കി. ഉണങ്ങി വരേണ്ട അസ്ഥികളിൽ നിന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യത്തെ രൂപപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു? കർത്താവിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങി വരേണ്ട അവസ്ഥയായിരുന്നു ഇസ്രായേൽക്കാർക്ക്. ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെ ഇരുന്ന ഇസ്രായേൽക്കാരെ കർത്താവ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യമായിട്ട് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ കൃപ കടന്നു വരുമ്പോൾ ഏതൊരവസ്ഥയായാലും പ്രിയപ്പെട്ടവരെ, ഉണങ്ങി വരേണ്ട അവസ്ഥകൾ, ദൈവത്തിന്റെ കൃപ പറ്റിപ്പോയ അവസ്ഥകൾ, പാപത്തിന്റെ, ശാപത്തിന്റെ, നാശത്തിന്റെ കൊടുംകുഴിയിൽ, പടുകുഴിയിൽ വീണുപോയിട്ടുള്ള അവസ്ഥകൾ, അതിൽ നിന്നൊക്കെ കർത്താവ് കരം പിടിച്ചുയർത്തുമെന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ, ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മളെ കരം പിടിച്ച് ഉയർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കർത്താവ് പറയുന്നു, കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്നൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദി ദേവാലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കലും വടക്കേ പടിവാതിൽക്കലൂടെ ഒഴുകും. ഒഴുകിയിട്ട് എങ്ങോട്ട് പോകും? അത് ഒഴുകിയിട്ട് ഉണങ്ങി വരേണ്ട സ്ഥലങ്ങളിലൂടെ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഉണങ്ങി വരേണ്ട സ്ഥലങ്ങളിലൂടെ, ഡ്രൈ ലാൻഡിലൂടെ ഒഴുകും. എന്താണ് സംഭവിക്കുക? ഈ ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം ഫലസമ്പന്നമായി മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപ ഒഴുകി വരുന്ന
ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകി വരുന്ന നദി അത് ഉണങ്ങി വരേണ്ട അവസ്ഥകളിൽ നിന്നൊക്കെ അതിനെല്ലാം നനച്ച് കടന്നു പോകും. കൃപയാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇതാണ് ഈശോ പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്ന് കുടിക്കുന്നവനിൽ നിന്ന് നിത്യജീവന്റെ ജലം നിർഗളിക്കും. യോഹന്നാന്റെ സുവിശേഷം 7:35, 36, 37, 38 അല്ലേ? ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്താ അതിനർത്ഥം? ആരുടെയെങ്കിലും ഹൃദയം, മനസ്സ്, ആത്മാവ്, ശരീരം എല്ലാം ഉണങ്ങി വരണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിരാശപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, തകർന്നു പോയ അനുഭവങ്ങളുണ്ടെങ്കിൽ, ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ഈശോയെ സമീപിക്കണം. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് പറയണം. അപ്പൊ കർത്താവ് പറയും, എന്നിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് ഒഴുകുന്നൊരു നദിയുണ്ട്. എന്താണ് നദിയുടെ പ്രത്യേകത? കുടിക്കുന്നവൻ എന്ത് സംഭവിക്കും? അവന് നിത്യജീവന്റെ ജലം നിർഗളിക്കും. അവനിൽ നിന്ന് നിർഗളിക്കും. അവന്റെ ദാഹം മാറുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ അവന് കഴിയും. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ പറയാ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്ന് കുടിക്കുന്നവനിൽ നിന്ന് നിത്യജീവന്റെ ജലം നിർഗളിക്കും, ഒഴുകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി ഉണങ്ങി വരേണ്ട എല്ലാ ഭൂപ്രദേശങ്ങളെയും നനച്ച് കടന്നുപോയി. അവിടെ എല്ലാം എന്ത് പറ്റി? നനച്ച് കടന്നു പോയപ്പോൾ അത് ഫെർട്ടൈൽ ലാൻഡായെന്ന് പറയാം, ഫലഭൂയിഷ്ടമായ ഭൂമിയായിട്ട് മാറി. അവിടെ കായികനികൾ ഉണ്ടായി, അവിടെ ധാരാളം ഫലസമൃദ്ധമായ അവസ്ഥകളുണ്ടായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രവാചകനോട് പറയാണ്, ഈ നദിയുടെ ആഴം ഒന്ന് അളന്നു നോക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയുടെ ആഴം ഒന്ന് അളന്നു നോക്കാൻ. അങ്ങനെ പ്രവാചകൻ അളന്നു നോക്കി. ആദ്യം പാദം വരെ വെള്ളം, കൃപയുടെ ആഴം ആദ്യം പാദം വരെ. വീണ്ടും അളക്കാൻ പറഞ്ഞു, 1000 മുഴം കൂടെ അളക്കുക. അപ്പോൾ അളന്നു, മുട്ടോളം വെള്ളം. വീണ്ടും അളക്കാൻ പറഞ്ഞു, വീണ്ടും അളന്നപ്പോ അരയോളം വെള്ളം. പ്രൈസ് ദി ലോർഡ്. അരയോളം വെള്ളം. വീണ്ടും അളക്കാൻ പറഞ്ഞപ്പോൾ പറയാണ്, അളക്കാൻ പറ്റാത്ത വിധം ഈ കൃപയുടെ ആഴം ശക്തിപ്പെട്ടു. ഒരു മനുഷ്യനും അളന്ന് കുറിക്കാൻ പറ്റാത്ത വിധം കർത്താവിന്റെ കൃപയുടെ ആഴം അത്രയേറെ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും നിജപ്പെടുത്താനാവുന്നതല്ല. ഈ ഭൂമിക്കോ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനോ നമുക്ക് തരാൻ പറ്റാത്ത ആനന്ദം ആർക്ക് തരാൻ പറ്റും? കർത്താവിന് തരാൻ പറ്റും. നമുക്ക് തരാൻ പറ്റാത്ത സമാധാനം കർത്താവിന് തരാൻ പറ്റും. നമുക്ക് തരാൻ പറ്റാത്ത സൗഖ്യം കർത്താവിന് തരാൻ പറ്റും. വിശ്വസിക്കുന്നു നമ്മളല്ലേ? നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്കൊന്നുകൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഈശോയെ, നിന്നിൽ ആശ്രയിക്കുന്ന മക്കൾ നിരാശപ്പെടേണ്ടി വരരുതേ. കർത്താവേ, നിന്റെ ശക്തമായ കൃപ ഒഴുക്കണമേ. നീ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാമത്തെ അധ്യായത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന അതേ ആത്മാവിന്റെ അഭിഷേകം, ജീവജലത്തിന്റെ നദി കർത്താവെ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ഈ നിമിഷത്തിന് നന്ദി പറയുന്നു. ഈശോ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ കൃപയുടെ നദി ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ വരണ്ട മേഖലകളിലും, രോഗങ്ങളിൽ, ഭയത്തിൽ, കർത്താവെ, കൃപയില്ലാത്ത അവസ്ഥകളിൽ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, കർത്താവെ, എല്ലാ മേഖലകളിലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന്റെ പരാജയം, കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഭവനമില്ലാത്ത അവസ്ഥകള്, കർത്താവെ, വിവാഹ തടസ്സങ്ങള്, എല്ലാ മേഖലകളിലേക്കും ഈശോയുടെ കൃപ ഒഴുക്കണമേ. പരിശുദ്ധാത്മ ശക്തി ഒഴുകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള, എല്ലാത്തിന്റെയും അധിപനായിട്ടുള്ള ഒരേ ഒരാൾ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിപൻ കർത്താവ് മാത്രമാണ്. കടലിന് മീതെ നടന്നുകൊണ്ട് ഈ പ്രപഞ്ച ജീവജാലങ്ങൾ മുഴുവൻ എൻ്റെ കാൽ കീഴിലാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവ്, എല്ലാം കർത്താവിന്റെ കാൽ കീഴിലാണ് എന്ന് പഠിപ്പിച്ച കർത്താവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി. ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്കൊരു പാട്ട് കൂടി പാടിയാലോ? നിങ്ങൾക്കറിയാവുന്ന പാട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാണപ്രിയ, അറിയാവോ പാട്ട്? കേട്ടാ മതി കേട്ടോ. പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനേ, വീണ്ടെടുപ്പുകാരാ. കൈയടിച്ച് പാടാം.
പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എല്ലാവരും നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എല്ലാവരും നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാം. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാം. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദിശോ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ശക്തമായിട്ട് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശക്തമായിട്ട് ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരുന്നു. നല്ല കാലി കിഴക്കും. കാലി കിഴച്ചിട്ടുണ്ടാവും ഇപ്പം എല്ലാവരും അല്ലേ?
ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഇനി എടുക്കുന്ന ഒരു വചനഭാഗം യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് നമ്മൾ കാണുന്ന ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നു. ലൂക്ക 24:50, ഏറ്റവും അവസാനത്തെ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ. അവിടെ നമ്മളിങ്ങനെ വായിക്കുക: അവൻ അവരെ ബഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോ അവരെ ബഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. ഉദ്ധാനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണെന്ന് അർത്ഥം. കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇതാണ് സംഭവം. അവൻ അവരെ ബഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് വായിച്ച എന്തിനാണെന്നറിയോ? കർത്താവ് ഉദ്ധാനത്തിന് ശേഷം എങ്ങനെയാണോ ശിഷ്യന്മാരോട് വർത്തിച്ചത് അതുപോലെ ഇന്ന് നമ്മളോട് വർത്തിക്കുന്നു, നമ്മളോട് കൂടെ ആയിരിക്കുന്നു. എങ്ങനെയാണോ കർത്താവ് ശിഷ്യന്മാരോടുകൂടെ, അപ്പോസ്തലന്മാരോട് കൂടെ ഉദ്ധാനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈശോ തൻ്റെ സഹനവും മരണവും ഒക്കെ കഴിഞ്ഞു, പീഡാസഹനമൊക്കെ കഴിഞ്ഞു, സഹനത്തെയും മരണത്തെയും അതിജീവിച്ചു, ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഇന്നും ജീവിക്കുന്ന കർത്താവ് എങ്ങനെയാണോ അപ്പോസ്തലന്മാരോട് കൂടെ ആയിരുന്നത് അതുപോലെ ഇപ്പോൾ നമ്മോട് കൂടെ ആയിരിക്കുന്നു. അതാണ് അതിനർത്ഥം. അവൻ അവരെ കരമുയർത്തി അനുഗ്രഹിച്ചു. ഈ നിമിഷം കർത്താവ് നമ്മളെയും കരമുയർത്തി അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കണമെന്ന് നോക്കിയേ. അവൻ സ്വർഗത്തിലേക്ക് ഉയർന്നു. അവർ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ശിഷ്യന്മാരെന്താ ചെയ്തേ? അവർ അവനെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ യേശുവിനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈശോയിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാർക്ക് ആദ്യകാലത്ത് ഭയമായിരുന്നു, എല്ലാവർക്കും പേടിയായിരുന്നു. പ്രത്യേകിച്ച് ഈശോയുടെ സഹനവും മരണവും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ പേടി കൂടി. എന്താ ചെയ്തേ? അവർ യേശുവിനെ ഉപേക്ഷിച്ചു പോയി. പലരും യേശുവിനെ ഉപേക്ഷിച്ചു പോയി. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം അറിയാലോ. ലൂക്കായുടെ സുവിശേഷം എത്രാമത്തെ അധ്യായമാണ്? 24-ാമത്തെ അധ്യായം അല്ലേ? 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ശിഷ്യന്മാർ 2 പേര് ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയി. എന്താ കാര്യം? പേടി. എന്താ കാര്യം? പേടിയാണ് കാര്യം. കാരണം എന്താ? ഈശോ മരിച്ചു എന്നറിഞ്ഞപ്പോൾ, ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല. മരിച്ചു എന്ന് കേട്ടതോടെ അവർക്ക് പേടിയായി. അവരതുകൊണ്ട് എന്ത് ചെയ്തു? ആ നാട് തന്നെ വിട്ടുപോവുകയാണ്. ജെറൂസലേം ഉപേക്ഷിച്ച് പോയി 2 പേര്. 2 പേര് മാത്രമല്ല, പല അപ്പോസ്തലന്മാരും അതുപോലെ പോയിട്ടുണ്ടാകും. നമ്മൾ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ, പല ശിഷ്യന്മാരും അതുപോലെ പോയിട്ടുണ്ടാകും. ഇവിടെ 2 ശിഷ്യന്മാർ യേശുവിൽ നിന്ന് ഓടി അകലുകയാണ്. ജെറൂസലേമിൽ നിന്ന് ഓടി അകലുന്നു. കാരണം എന്താ? ശത്രുക്കൾ അവരെ കൊന്നുകളയും എന്നുള്ള ഭയം. അപ്പം അങ്ങനെ 2 പേര് പോയപ്പോൾ എന്താ സംഭവിക്കണേ? യേശു അവരുടെ കൂടെ നടക്കുകയാണ്. കൂടെ നടന്ന് അവരുടെ ഭയം മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മനുഷ്യർക്കും ഭയമാണ്. ദൈവം കൂടെയില്ല എന്നൊരു തോന്നൽ മനുഷ്യന് വന്നാൽ പിന്നെ ഭയമാണ്. ഈ മനുഷ്യർക്ക് ഈ അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഒക്കെ ഭയമായിരുന്നു. അവരുടെ ഭയം മാറിയത് എപ്പോഴാണ്? അവരുടെ ഭയം മാറിയത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവ്. അപ്പോഴാണ് നമ്മളിങ്ങനെ കാണുക, ദൈവത്തിൻ്റെ ആത്മാവിൽ അവർ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ആര്? അപ്പോസ്തലന്മാർ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ എന്താ ചെയ്തേ? പെന്തക്കോസ്ത സ്വീകരിക്കുന്നത് വരെ, പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് വരെ അവരെന്താ ചെയ്തേ? അവർ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, ആരാധിച്ചു, സ്തുതിച്ചു. ഇപ്പോൾ ഈ സമയം നമ്മളൊക്കെ
ആഗമന കാലത്തിലാണ് അല്ലേ? ഈ ആഗമന കാലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചിന്ത കൂടെ നമ്മുടെ മനസ്സിലുണ്ട്. എന്താ അത്? നമ്മുടെ കർത്താവ് വീണ്ടും വരും. വരൂലേ? കർത്താവ് വീണ്ടും വരുമോ? ഉറപ്പുണ്ടോ? കർത്താവ് വീണ്ടും വരും, അത് ഉറപ്പാണ്. എപ്പോഴാ വരുന്നത്? അത് മാത്രം ആർക്കും അറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞു, ധാരാളം അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഇഷ്ടംപോലെ അടയാളങ്ങളുണ്ടാവും. ആകാശത്തിൽ അടയാളങ്ങളുണ്ടാവും, മനുഷ്യർക്കിടയിൽ അടയാളങ്ങളുണ്ടാവും, രാഷ്ട്രങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ സ്പർദ്ധ, മനുഷ്യർ തമ്മിൽ സ്പർദ്ധ, വീട്ടിൽ തന്നെ ആളുകൾ തമ്മിൽ സ്പർദ്ധ അല്ലേ? അങ്ങനെ എല്ലാവരും തമ്മിൽ സ്പർദ്ധ എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ വേർതിരിവുണ്ടാവും, തല്ലുപിടുത്തവും ബഹളവും, സമൂഹത്തിലൊരു സന്തോഷമില്ല, ആനന്ദമില്ല, സമാധാനമില്ല, എവിടെയും ഭീഷണിയുടെ സ്വരം, എവിടെയും ഭയം, അതുണ്ടാവും. ലോകാന്ത്യത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെ അപ്പോൾ ലോകാന്ത്യം ഇനി ഉടനെ ഉണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ഇപ്പോഴത്തെ അടയാളങ്ങളെല്ലാം അങ്ങനെയാണ്. എന്താണ്? ഏതായാലും അധികം വൈകാണ്ടൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം എല്ലാ മനുഷ്യരും തമ്മിൽ തമ്മിൽ പകയാണ്, വെറുപ്പാണ്, സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ അല്ലേ? മനുഷ്യർ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ ഒക്കെ, കുടുംബത്തിൽ ഭാര്യ ഭർത്താവ്, മക്കൾ മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാം തമ്മിൽ സ്പർദ്ധയാണ്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എല്ലായിടത്തും അസ്വസ്ഥതകളും, എല്ലായിടത്തും ഭയവുമാണ്. ഒരാൾക്കും ആരെയും വിശ്വാസമില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കും ആരെയും വിശ്വാസമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് എൻ്റെ കാരണം? ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ടത് അതാണ്. അതായത് അപ്പോസ്തലന്മാർ 2 പേര് പോയി, പേടിച്ച് പോയി. അപ്പോൾ ഈശോ അവരുടെ ഒപ്പം നടന്നു. ഒപ്പം നടന്നിട്ട് എന്താ ചെയ്തേ? അവരുടെ ഭയം എടുത്ത് കളയാൻ വേണ്ടി കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. നിയമത്തിലും പ്രവാചകന്മാരിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നിയമത്തിലും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ 46 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കണേ? വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പറയാണ്, മിശിഹായെ കുറിച്ച് ഈശോ തന്നെ പറയാം. മിശിഹ വരുന്നതിനെ കുറിച്ച് പറയുന്നു. ആ മിശിഹ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറയുന്നു. അവൻ്റെ സഹനം, അവൻ്റെ മരണം, ഇതൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളതാണ് തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം, 49-ാം അധ്യായം, 52-ാം അധ്യായം, 53-ാം അധ്യായം, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രന്റെ സഹനത്തെക്കുറിച്ച്. മനുഷ്യപുത്രൻ സഹിക്കണം, മരിക്കണം, അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ പോകും, അവൻ്റെ താടിരോമം വലിച്ചു പറിക്കും, അവൻ്റെ മുഖത്തു തുപ്പും, അവൻ പരിഹസിക്കപ്പെടും, അവൻ ഒറ്റപ്പെടും, അവൻ്റെ കരച്ചിൽ ആരും കേൾക്കുകയില്ല, അവൻ പക്ഷെ ഒരു അക്ഷരം മിണ്ടുകയില്ല, അവൻ നിശബ്ദനായിരിക്കും. ഇതൊക്കെ 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം ഈശോയുടെ ജീവിതത്തിൽ നിറവേറി എന്നുള്ള സത്യം ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യപുത്രൻ മരിക്കണമായിരുന്നു. നിങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചു അല്ലെങ്കിൽ മിശിഹ മരിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പോകേണ്ട കാര്യമില്ല. കാരണം അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്, നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ അത് സംഭവിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് സംഭവിച്ചു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ഈശോ അവരുടെ ഒപ്പം ഇരുന്നു. ഈശോ പോകാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. അല്ലേ? മാനേ നോബിസ്കും ദോമിനെ ഒരു ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. മാനേ നോബിസ്കും ദോമിനെ, കർത്താവേ ഞങ്ങളോടൊത്ത് വസിച്ചാലും. ഓ ലോർഡ് റിമൈൻ വിത്ത് us, ഞങ്ങളോടൊത്ത് വസിച്ചാലും. ഇത് വലിയൊരു പ്രാർത്ഥനയാണ് അത്. കർത്താവേ ഞങ്ങളോടൊത്ത് വസിച്ചാലും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ 2 പ്രാർത്ഥനകൾ ശക്തമാണ്. നേരത്തെ ഒരു പ്രാർത്ഥന, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കർത്താവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു. വലിയ ശക്തമായ പ്രാർത്ഥനയാണ്. കർത്താവേ ഞാനെങ്കിൽ
ആശ്രയിക്കുന്നു. അതുപോലെ ശക്തമായ പ്രാർത്ഥനയാണ്, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും. ഓ ലോർഡ് റിമെയിൻ വിത്ത് us മനെ നോബിസ്കും ഡോമിനെ. അങ്ങനെ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അവരുടെ കൂടെ വസിച്ചില്ല. അവരെ കർത്താവ് ഒരുക്കി, സാക്ഷ്യത്തിനൊരുക്കി. കർത്താവ് അവരുടെ ഉള്ളിലായിരുന്നു, പുറമേൽ. ഉള്ളിൽ കർത്താവുണ്ട്. അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ അവർ പറയാണ്, അവൻ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും വാഴ്ത്തപ്പെട്ട അപ്പത്താൽ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു ഈ എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ. അവരുടെ മനസ്സിലെ ഭയമെല്ലാം പോയി. തുല്യരായി. ആനന്ദത്താൽ അവർ നിറഞ്ഞു, ധൈര്യത്താൽ നിറഞ്ഞു. കാരണം എന്താ? അവരാനന്ദിച്ചുകൊണ്ട് പോയി. എങ്ങോട്ട്? ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. ഇപ്പം ധൈര്യം വന്നു, ആനന്ദം വന്നു, സമാധാനം വന്നു. അവർ തുള്ളിച്ചാടിപ്പോയി. അപ്പോസ്തലന്മാരുടെ ധൃതിയിലാണ് പോവുക. അവർ തന്നെ പറഞ്ഞ രാത്രിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് യേശുവോട് പറഞ്ഞതാ. അവര് ഈ രാത്രി നീ യാത്ര ചെയ്യല്ലേ, ഞങ്ങളുടെ കൂടെ വസിച്ചാലും എന്ന് പറഞ്ഞതാ. അപ്പോ അങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ രാത്രി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ഭയങ്ങളും പല അസ്വസ്ഥതകളും എല്ലാം കാരണം ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ രുചിച്ചറിയാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ സാന്നിധ്യം. ഇപ്പം കർത്താവ് തന്നെ ഈ എമ്മാവു ശിഷ്യന്മാർക്ക് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം എരിയണം. ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം എരിയണം. അപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ആരെങ്കിലും എനിക്ക് ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരുമോ? മേടയിൽ പോയിട്ട്. ആർക്കാണ് ഇവിടെ മേട പരിചയമുള്ളത്? അച്ഛന്മാരുടെ മേട പരിചയമുള്ള ആരുമില്ലേ? അവിടെ പോയിട്ട് ഇത്തിരി വെള്ളം മേടിച്ചോണ്ട് വരും. ചൂടുവെള്ളം മേടിക്കണേ. പറഞ്ഞാൽ മതി, സ്റ്റാൻലി അച്ഛനാണെന്ന് പറഞ്ഞാൽ മതി, തന്നു വിടും. ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തും. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. വചനത്തിൻ്റെ പ്രത്യേകത. ആ ചൂടുവെള്ളമാണല്ലേ, ഇതൊക്കെ ഉണ്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു കേട്ടോ. അതിലൊഴിച്ചാൽ മതി. പിന്നല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന്. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം കേട്ടോ. താങ്ക് യു കേട്ടോ. മതി, താങ്ക് യു. ഞാൻ ബാക്കി ചേച്ചി കുടിച്ചോ. ദൈവത്തിൻ്റെ വചനം കണ്ട ശബ്ദം വന്നാണ്ടോ വെള്ളം കുടിച്ചപ്പോൾ. ദൈവത്തിൻ്റെ വചനത്തിന് ഉള്ള പ്രത്യേകത ഏറ്റവും സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആരാണെന്നറിയോ? യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് തുടങ്ങണേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിലും പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അല്ലേ? കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതൻ്റെതുമായ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവവചനം. ദൈവവചനത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞ ആദിയിൽ വചനമുണ്ടായിരുന്നു. അങ്ങനെ യോഹന്നാൻ തുടങ്ങണേ. അങ്ങനെ തുടങ്ങുന്ന ഒരു പുസ്തകം പറഞ്ഞ ബൈബിളിലെ വേറൊരു പുസ്തകം ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പുസ്തകം ഏതാ? ഉൽപ്പത്തി പുസ്തകം അല്ലേ? ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന അങ്ങനെയല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഇല്ലേ? ജലത്തിനു മീതെ ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, ജലത്തിനു മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അരുൾ ചെയ്തു, പ്രകാശമുണ്ടാവട്ടെ. അങ്ങനെ പ്രകാശമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിനർത്ഥം ഈ ഭൂമിയോ ഈ പ്രപഞ്ചമോ എന്തെങ്കിലും മനുഷ്യരോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്
ബെറേഷിത്ത് ബാറ എലോഹിം, അങ്ങനെ പറയാ. ഹീബ്രുവിൽ അങ്ങനെയാ, ഹീബ്രുവിൽ അത് പറയുന്നത് അങ്ങനെയാ. ബെറേഷിത്ത് ബാറ എലോഹിം എത്ഹ ഷമായിം എത്ഹ ആരഡ്സ്, അങ്ങനെ പറയാ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ആദി എന്ന് പറയുന്നത് എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ആദി. ഈ ഭൂമി തന്നെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ആദി. അന്ന് ആരുണ്ടെന്ന് പറയാ? ആദിയിൽ എന്തുണ്ടെന്ന് പറഞ്ഞേ? വചനമുണ്ട്. എന്തുണ്ടാവുന്നതിന് മുമ്പ്? എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ്. പ്രപഞ്ചമോ മനുഷ്യനോ ജീവജാലങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായി? വചനമുണ്ടായി. അതാ പറയാ, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനത്തിന്റെ പ്രത്യേകത എന്താ? വചനം ആരുടെ കൂടെയായിരുന്നു? വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഗ്രീക്ക് ഭാഷയിൽ കൂടെ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രോസ് എന്നാണ്. അതിനർത്ഥം കൂടെ എന്നല്ല, നേരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ നേരെയായിരുന്നു. മനസ്സിലായോ? കൂടെ എന്ന് വ്യാഖ്യാനിക്കാം, തർജ്ജമ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ശരിക്കും അതിൻ്റെ വാക്ക് എങ്ങനെയാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ നേരെയായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം എന്താണ്? വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായി? അപ്പോൾ അങ്ങനെ വായിച്ചു നോക്കിയേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ നേരെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വചനവും ദൈവവും മുഖത്തോട് മുഖം നോക്കി നിന്നു എന്ന് പറയണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തെ നോക്കിയിരുന്നു, ദൈവം വചനത്തെ നോക്കിയിരുന്നു. പക്ഷെ രണ്ടുപേരും ഒന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പിതാവും പുത്രനും. കണ്ടോ? പിതാവും പുത്രനും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു, പക്ഷെ രണ്ടുപേരും ഒന്നാണ്. അതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്. കണ്ടോ? പിതാവും പുത്രനും ഇങ്ങനെ പരസ്പരം നോക്കി നിന്ന് വചനമായതുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നു. അതാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ, ദൈവത്തിൻ്റെ നേരെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി നോക്കിയേ, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അവൻ എന്ന് പറഞ്ഞ ആരെയാ? വചനത്തെയാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഇതൊക്കെ പഠിക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവൻ എന്ന് വിളിക്കണ ആരെയാ? വചനത്തെയാണ് അവൻ എന്ന് വിളിക്കണേ. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അതാണ് അർത്ഥം. വചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണ് ശരിക്കും? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതൻ്റെതുമായ മഹത്വം. യോഹന്നാൻ 1:14. അപ്പൊ ആരാണ് ആ വചനം? യേശു ക്രിസ്തുവാണ് വചനം. The word made flesh. The word made flesh. മാംസം ധരിച്ച വചനം, അത് യേശു ക്രിസ്തുവാണ്. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആരിലൂടെ? വചനത്തിലൂടെ, യേശുവിലൂടെ. അപ്പൊ യേശു ആദ്യമേ ഉണ്ടെന്നർത്ഥം. ഈ ടെക്സ്റ്റിനെ കുറിച്ച് പറയുന്നത് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാ. പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് അനാദി മുതലെയുള്ള അസ്തിത്വം, അങ്ങനെ പറയാം. അനാദി മുതലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വം, അതാണ് ഈ ഭാഗം. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമോ മനുഷ്യരോ ജീവജാലങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. വചനമായി, ദൈവത്തോടു കൂടെ, ദൈവം തന്നെയായി. സമസ്തവും അവനിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവനാണെല്ലാം സൃഷ്ടിച്ചത്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് യോഹന്നാൻ എഴുതി വെച്ചിരിക്കണേ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അവനുണ്ട്. യേശുവിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും യേശുവുണ്ട്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ, ഇനി അടുത്തത്, അവനിൽ ജീവനുണ്ടായിരുന്നു. ഈ വചനമാണ് ജീവൻ, യേശുവാണ് ജീവൻ. അതാണ് യേശു പറഞ്ഞ ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ആദ്യമേ ഇത് ഉണ്ടോ? ദൈവവചനത്തിൻ്റെ പ്രാരംഭത്തിലേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യേശു ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രിയപ്പെട്ടവരെ,
ജീവനില്ലാത്ത അവസ്ഥ മരണമെന്നാണ് നമ്മൾ പറയും അല്ലേ? മരണത്തിൻ്റെ അവസ്ഥയാണ്. ദൈവമില്ലാത്ത അവസ്ഥയും മരണത്തിൻ്റെ അവസ്ഥയാണ്. കാരണം ദൈവമാണ് ജീവൻ. ദൈവമില്ലാത്ത അവസ്ഥ, ഈശോ ഇല്ലാത്ത അവസ്ഥ, ദൈവസ്നേഹമില്ലാത്ത അവസ്ഥ മരണത്തിൻ്റെതാണ്. അസ്ഥികളുടെ താഴ്വാരം പോലെ, എസെക്കിയേൽ 37 പറഞ്ഞ അസ്ഥികളുടെ താഴ്വാരം പോലെ, ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ് ദൈവമില്ലാത്ത അവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥയാണത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ഓർക്കണം, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചവർക്ക് തുല്യമാണ്. കാരണം അവൻ മരിച്ചവരുടെയല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വേണം. ഈ വചനം നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കണം. അത് ജീവനാണ്, അത് വെളിച്ചമാണ്. വചനമില്ലെങ്കിൽ ഇരുട്ടാണ്. യേശു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം നിറഞ്ഞു എന്ന് പറയുന്നു. കാരണം എന്താ? വചനം കുരിശിൽ അസ്തമിച്ചു. വചനം മാംസം ധരിച്ചവൻ കുരിശിൽ മരിച്ചു, അവൻ്റെ ജീവൻ പൊലിഞ്ഞു. അപ്പോൾ ഭൂമി മുഴുവൻ ഇരുട്ടിലായി. യേശുവില്ലാത്ത ലോകം ഇരുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. യേശുവില്ലാത്ത ലോകം ഇരുട്ടിലാണ്. യേശുവില്ലാത്ത കുടുംബം ഇരുട്ടിലാണ്. യേശുവില്ലാത്ത വ്യക്തിയുടെ ജീവിതവും ഇരുട്ടിലാണ്. കാരണം എന്താ? അവനാണ് ജീവൻ, അവനാണ് വെളിച്ചം. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിലും പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ എൻ്റെ അർത്ഥം? ഇത് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത് എപ്പോഴാ? യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞിട്ടാ. അതായത് ഒരു പാപത്തിനോ ഒരു മരണത്തിനോ ഒന്നും, ഒരു കല്ലറയ്ക്കോ ഒന്നും അവനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. അതാണ്, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇരുളെന്ന് പറഞ്ഞാൽ പാപം, മരണം, കല്ലറ, ഇതൊക്കെ ഇരുളാണ്. ഇതിനൊന്നിനും ആ വെളിച്ചത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറയാണ്, അതിരുളിലും പ്രകാശിക്കുന്നു, മരണത്തിലും അവൻ പ്രകാശിച്ചു ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുവില്ലാത്ത കുടുംബവും യേശുവില്ലാത്ത അവസ്ഥകളൊക്കെ മരണത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ. അത് ജീവനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മറ്റെവിടെ പോയാലും എന്തിനൊക്കെ പോയാലും മനുഷ്യർക്ക് ഈ പറഞ്ഞ ആനന്ദവും സന്തോഷമൊന്നും കിട്ടൂല, സമാധാനമൊന്നും കിട്ടില്ല. നമ്മൾ കുറേ ആളുകൾ പള്ളിയിലും വരും, പ്രാർത്ഥിക്കും, ഒപ്പം തന്നെ വേറെ സ്ഥലത്തും പോവും, പൂജാരിയുടെയും പോവും, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവും, ഉസ്താദിൻ്റെയും പോവും. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. എൻ്റെ അടുത്ത് 100 കണക്കിന് ആൾക്കാരാണ്, 100 കണക്കിന് വരും. അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. തിരിച്ചിങ്ങോട്ട് വരുന്നത് പക്ഷെ പോയ പോലെ ആയിരിക്കില്ല എന്ന് മാത്രം. പോയത് ഒരു ദുഃഖത്തിൻ്റെ പേരിലോ ഒരു സങ്കടത്തിൻ്റെ പേരിലോ ആണെങ്കിൽ തിരിച്ചു വരുന്നത് പരകോടി സങ്കടങ്ങളും കൊണ്ടായിരിക്കും, അടിമത്തം കൊണ്ടായിരിക്കും. അതാണ് അതിൻ്റെ അപകടം. അതാണ് യേശുവിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു വിശ്വാസത്തിലേക്ക് വഴുതി വീഴുന്ന മനുഷ്യൻ നാശക്കുഴിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണത്. കാരണം യഥാർത്ഥ വഴി അവനാണ്, യഥാർത്ഥ സത്യം അവനാണ്, യഥാർത്ഥ ജീവൻ അവനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ജീവന്, ജീവജലത്തിൻ്റെ ഉറവകളെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്നു എന്ന് പ്രവാചകന്മാർ പരിഹസിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ. ജീവജലത്തിൻ്റെ ഉറവ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്നു എന്ന്. അതുകൊണ്ട് യേശുവിനിൽ നിന്ന് കിട്ടുന്ന ആശ്വാസവും ആനന്ദവും സമാധാനവും സന്തോഷവും മറ്റൊരിടത്തു നിന്നും അന്വേഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കരുത്. അങ്ങനെ പോകുന്നവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നവരൊക്കെ തിരിച്ചു വരും, പക്ഷേ പോയതിനേക്കാളും വലിയ നാശത്തിലാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായാലും നമ്മൾ കർത്താവിൽ തന്നെ ആശ്രയിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ കൊടുത്ത പ്രാർത്ഥന ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നാണ്. യേശുവേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഏതവസ്ഥയിലും.
അതാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35, 36, 37, 38 നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെന്നെ വേർപെടുത്തും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്. അപ്പം ആ ഒരു ബോധ്യം നമുക്ക് വേണം. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഒന്നും എന്നെ വേർപെടുത്താനില്ല, ഉണ്ടാവരുത്. സങ്കടങ്ങൾ വരാം, വേദനകൾ വരാം, നൊമ്പരങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം, അപകടങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം. പക്ഷെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. യേശു സ്നേഹത്തിൽ നിന്ന് വഴുതിപ്പോകരുത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്. ധൂർത്തപുത്രൻ നാശത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് വീണു. നാശത്തിൻ്റെ പടുകുഴിയാണ് പന്നിക്കൂട്. പന്നിക്കൂട്, ഒരു യഹൂദൻ പന്നിക്കൂട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരാജയപ്പെട്ട അനുഭവമാണ്. ഒരിക്കലും പന്നിയെ തൊടുകയോ നോക്കുകയോ ചെയ്യാത്തവനാണ് യഹൂദൻ. അങ്ങനെയുള്ളൊരു യഹൂദൻ പന്നിക്കൂട്ടിൽ പന്നികളെ മേയ്ക്കുന്ന ജോലി ചെയ്യുകയും ആ പന്നിക്കൂട്ടിൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതവന് കിട്ടിയില്ല, ആഗ്രഹിക്കുകയും ചെയ്തു. പന്നി തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും പതനം. അതാണ് അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഈ മകൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ഈ ധൂർത്തപുത്രൻ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? ധൂർത്തപുത്രൻ രക്ഷിക്കപ്പെട്ടത് ഒരു ബോധത്തിൻ്റെ പേരിലാണ്, സുബോധം. അവന് സുബോധമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവൻ്റെ സുബോധം? നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പാഠമാണ് ഈശോ പഠിപ്പിച്ചത്. എന്താണ് അവൻ്റെ സുബോധം? അവൻ്റെ സുബോധം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിതാവുണ്ട് എന്നുള്ള ബോധമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു പിതാവുണ്ട് എന്ന ബോധമാണ്. ഞാനിവിടെ ഈ പന്നിക്കൂട്ടിൽ കിടന്നാലും, ഞാൻ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായാലും എനിക്കൊരു പിതാവുണ്ട്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചെല്ലും എന്ന തീരുമാനമാണ് ആ സുബോധത്തിൻ്റെ റിസൾട്ട്. സുബോധമുണ്ടായി, അവൻ പിതാവിനെ കുറിച്ച് ഓർത്തു എന്നതാണ് അവൻ്റെ സുബോധം. ആ സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്നുള്ള തീരുമാനം അവൻ എടുക്കുന്നു. പിതാവ് അവിടെ എന്ത് ചെയ്യാണ്? പിതാവ് ഈ മകനെയും കാത്തിരിക്കുന്നു. ദൂരെ വെച്ച് തന്നെ തൻ്റെ മകനെ പിതാവ് കണ്ടു. ദൂരെ വെച്ച് അവനെ കണ്ടു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, മനസ്സലിഞ്ഞ്. ദൂരെ വെച്ച് തന്നെ തൻ്റെ പുത്രനെ കണ്ട പിതാവ് ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇതെല്ലാം ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതി വയ്ക്കുന്നത് ഒറ്റ സെന്റൻസിലാണ്. എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നു, ദൂരെ വെച്ച് കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. ഈ 5 കാര്യങ്ങൾ ഒറ്റയടിക്കാൻ എഴുതി വെച്ചിരിക്കണം. വേറെ വിവരണങ്ങളൊന്നുമില്ല. ഈ ഒറ്റ വരി ഇത്രേ ഉള്ളൂ. ദൂരെ വെച്ച് കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അതിനുശേഷം വിരുന്നൊരുക്കി. എന്താ അങ്ങനെ എഴുതി വയ്ക്കാൻ കാരണം? ഈ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരത്തിൽ തകർന്ന് തരിപ്പണമായ ഹൃദയവുമായിട്ട് ഇരിക്കുന്ന പിതാവ് ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം ചെയ്യുകയാണെന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അളന്നു നോക്കാൻ നമുക്കാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് ദുഃഖവും ദുരിതവും വേദനയും നൊമ്പരവും എന്ത് സംഭവിച്ചാലും, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ സംഭവിച്ചാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം അത് നമുക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് വേറെ ഒന്നിൻ്റെ പിന്നാലെ പോകരുതെന്നർത്ഥം. വേറെ ഒന്നിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നമ്മുടെ പ്രാർത്ഥന അതിശക്തമായ പ്രാർത്ഥനയാണ്. നമ്മുടെ വിശ്വാസം അത് മാത്രം മതി നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ. ആഴമായ വിശ്വാസം. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, നല്ലൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ 5 ലക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന ഫ്രാൻസിസ് പാപ്പ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഗൗദേത്തെ എക്സുൽത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ. അതിലാദ്യം ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഒരിക്കലും പതറാത്ത വിശ്വാസം നമുക്ക് വേണം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ശക്തമായ ആശ്രയം. എൻ്റെ കർത്താവ് എന്ത് സംഭവിച്ചോട്ടെ, ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പരാജയം ഉണ്ടായിക്കോട്ടെ, നഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമുക്കൊരു കാര്യം വേണം, ജീസസിലുള്ള ആശ്രയം. എൻ്റെ കർത്താവിലുണ്ട് ആശ്രയം. എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കും. എന്തു സംഭവിച്ചാൽ. അതാണ് ആദ്യം വേണ്ടത്.
ആദ്യം വേണ്ടത് അതാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കും. രണ്ടാമത് വേണ്ടത് എന്താണെന്നറിയോ? ആനന്ദമാണ്, ജോയ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കുറേ ഭയങ്ങളാണ്, അസ്വസ്ഥതകളാണ്. എന്താണ് ഈ ഭയം? നമുക്ക് പലതും നഷ്ടപ്പെട്ടു, പലതും കിട്ടിയില്ല, നമ്മൾ ആഗ്രഹിച്ച പോലെ സംഭവിച്ചില്ല. ഇതൊക്കെ നമുക്ക് ഭയം. ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല, അല്ല കിട്ടിയത് പലതും നമുക്ക് സന്തോഷം തരുന്നില്ല. പലതും കിട്ടാൻ അർഹതയുള്ളവരാണ് നമ്മൾ, നമുക്ക് കിട്ടിയില്ല. അപ്പം ഇങ്ങനെയുള്ള സങ്കടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ഇതൊക്കെ നമുക്ക് ഭയം ഉണ്ടാക്കും. പലതിനെയും ഭയം. ഒന്നുമില്ലാത്തവൻ ഒന്നിനെയും ഭയമില്ല. ഭയമുള്ളത് കൂടുതലുള്ളവനാണ്. റിച്ച് ഫൂൾ എന്ന് ഈശോ വിളിക്കുന്ന ഒരാളുണ്ട്, വിഡ്ഢിയായ ധനികൻ. അവന് ഭയമാണ്. എന്താണ് അവൻ്റെ ഭയം? അവൻ്റെ കളപ്പുരകളൊക്കെ നിറഞ്ഞു, ധാന്യം നല്ല വിളവെടുപ്പ് കിട്ടി, കളപ്പുരകളൊക്കെ നിറഞ്ഞു. ഇനി കിട്ടുന്ന ധാന്യം കൊണ്ടുപോയി എവിടെ വെക്കും? അതവൻ അസ്വസ്ഥനാക്കുന്നു. ഈ ധാന്യം മുഴുവൻ, ഈ സ്വത്ത് മുഴുവൻ എവിടെ കൊണ്ട് വെക്കും? അതാണ് അവൻ്റെ അസ്വസ്ഥത, ഭയം. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഭോഷ, ഈ രാത്രി നിന്റെ ജീവൻ ഞാൻ എടുത്താൽ ഈ സ്വത്തൊക്കെ ആരുടേതാകും? അപ്പം മനുഷ്യൻ്റെ ഭയത്തിൻ്റെ കാരണം എന്താണ്? നമ്മുടെയൊക്കെ ഭയത്തിൻ്റെ കാരണം ഇത്തരത്തിലുള്ള പലതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ആശങ്കയാണ്. മക്കളെക്കുറിച്ച് ഭയം, ഭർത്താവിനെക്കുറിച്ച് ഭയം, ഭാര്യയെക്കുറിച്ച് ഭയം, മാതാപിതാക്കളെക്കുറിച്ച് ഭയം, ജോലിയെക്കുറിച്ച് ഭയം, ജീവിതത്തെക്കുറിച്ച് ഭയം. ആകെ ഭയപ്പെടേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താ? പാപത്തെ. നമ്മൾ ഭയപ്പെടുകയല്ല, പാപത്തെ നമ്മൾ ഗൗരവത്തോടെ സൂക്ഷിക്കണം. പാപം ചെയ്യുന്നതിനെ ഭയപ്പെടണം, വേറൊന്നിനെയും ഭയപ്പെടരുത്. പാപം ചെയ്യുന്നതിനെ നീ ഭയപ്പെടണം, മറ്റൊന്നിനെയും നീ ഭയപ്പെടരുത്. അപ്പോ കർത്താവ് കൂടെയുള്ളവൻ ഭയമില്ലാത്ത മനുഷ്യനാണ്. അതാണ് വചനം ഉദ്ധിതനായ കർത്താവ് നിരന്തരമായി പറയുന്നൊരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കടലിൽ കർത്താവ് കടലിന് മീതെ നടക്കുന്ന സമയത്ത് ശിഷ്യന്മാർ പേടിച്ച് വിറക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞു കൊടുക്കണേ? ഭയപ്പെടേണ്ട, ഞാനാണ്. അങ്ങനെയല്ലേ പറയണേ? പ്രൈസ് ദി ലോർഡ്. എന്താ പറയണം? ഭയപ്പെടേണ്ട, ഞാനാണ്. ഈ ഞാനാണ് എന്ന് പറയുന്നത് വലിയൊരു പ്രഘോഷണമാണ്. ഞാനാണ് എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 3:14 മോശയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത പേരാണ്. എഹിയേ ആഷറഹിയേ, ഹീബ്രുവിൽ അങ്ങനെയാണ്. എഹിയേ ആഷറഹിയേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനാണ്. അങ്ങനെയാണ് അർത്ഥം. അപ്പൊ ഈശോ കടലിന് മീതെ നടക്കുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു, ഭൂതം എന്ന് വിളിച്ച് കരഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയത്തിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ ആശങ്കകൾക്ക്, സങ്കടങ്ങൾക്കും, രോഗങ്ങൾക്കും, അസ്വസ്ഥതകൾക്കും ഒക്കെ മീതെ ഒരാളുണ്ട്. അവൻ ജീവിക്കുന്ന കർത്താവാണ്. ഈ ഒരു വിശ്വാസം നമ്മുടെ ഭയം എടുത്ത് കളയും. നമ്മളെ ഭയപ്പെടുത്താൻ ഒരു മനുഷ്യന് സാധ്യമല്ല, ഒരു സംഭവത്തിന് സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും നമ്മളെ ഭയപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ ജീവിക്കുന്ന കർത്താവിൽ ആഴമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ശരണപ്പെടുന്നുവെങ്കിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ആനന്ദം വേണം എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കണത്. ശിഷ്യന്മാർ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ നടപടി പുസ്തകമൊക്കെ കുറേ വായിക്കണം. അത് ആദിമസഭയിൽ എങ്ങനെയാണ് അപ്പോസ്തലന്മാർ ജീവിച്ചത്, ക്രിസ്ത്യാനികൾ ജീവിച്ചതെന്ന് പറയുന്ന പാഠം മാത്രമല്ല, അതിൽ അവരുടെ അനുഭവിച്ച സംഘർഷങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാം. അവിടെ നമ്മൾ കാണുന്നത് ഈ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരും മറ്റുള്ളവരൊക്കെ ഒറ്റ കാര്യമേ പ്രസംഗിക്കുന്നുള്ളൂ, വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ല. ഒരേ ഒരു കാര്യമേ പ്രസംഗിക്കുന്നുള്ളൂ. എന്താ പ്രസംഗിക്കുന്നറിയോ? യേശുവിൻ്റെ സഹനവും, യേശുവിൻ്റെ മരണവും, യേശുവിൻ്റെ ഉത്ഥാനവും. അവർ ശരണപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലായിടത്തും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ നാമം. അവർ പറയാണ്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. അതവർ പ്രഘോഷിക്കുകയാണ്. തളർവാദ രോഗി വഴിയിൽ കിടക്കുമ്പോൾ
സുന്ദരകവാടത്തിൻ്റെ വാതിക്കൽ തളർവാദ രോഗി കിടക്കുകയാണ്. പത്രോസ് പെന്തക്കോസ്ത് അനുഭവം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ്. ആദ്യം പെന്തക്കോസ്ത കഴിഞ്ഞ് അത്ര നേരം ഭയമായിരുന്നു. പെന്തക്കോസ്തയോടുകൂടി ഭയം പോയി. പെന്തക്കോസ്ത പരിശുദ്ധാത്മാ വർഷം അപ്പോസ്തലന്മാരുടെ മേൽ വന്നതോടുകൂടെ അവരുടെ ഭയം പോയി. ഭയം പോയി ആത്മാവിൻ്റെ നിറവ് ലഭിച്ച പത്രോസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൻ്റെ പടിവാതിൽക്കൽ ഒരു തളർവാദ രോഗി കിടന്ന് ഭിക്ഷയാചിച്ചു. അപ്പോൾ പത്രോസ് പറയാണ്, വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല. പിന്നെന്താ ഉള്ളേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം എന്താ ഉള്ളേ? നാമം. യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. വെള്ളിയോ സ്വർണമോ എൻ്റെ കൈവശമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ആ നിമിഷം ആ തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നു. ഇതാണ് ദിസ് ഇസ് ദ പവർ. എന്ത് പവർ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശക്തി. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല, യേശുനാമമല്ലാതെ എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും. ഉറച്ച ബോധ്യവും വിശ്വാസവും. അതാണ് നമുക്കിപ്പോൾ ആരാധനയ്ക്ക് സമയമായിട്ടുണ്ട്. നമ്മളൊന്ന് ചേർന്ന് ഈശോയിലെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവർ, ദൈവാശ്രയബോധം, ശക്തമായ ദൈവാശ്രയബോധം നമുക്ക് വേണം. ഈശോ കൂടെയുള്ളത് കൊണ്ട് ഒന്നിനെയും നമ്മൾ ഭയപ്പെടരുത്, എല്ലാം അവനിൽ ആശ്രയിക്കണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആനന്ദം വേണം, ഹൃദയം കൊണ്ട് സന്തോഷിക്കണം. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രതി സഹിക്കേണ്ടി വന്നപ്പോൾ ആനന്ദിച്ചു എന്ന് പറയാം. അവർ തുള്ളിച്ചാടി. അവനെ പ്രതി, അവൻ്റെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വന്നതിൽ അവർ സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ തളരരുത്, പതറിപ്പോകരുത്. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് 350 വർഷമായി. ആ 350ാമത്തെ വർഷം ആഘോഷിക്കുകയാണിപ്പോൾ. യേശു പറഞ്ഞത് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പ്രാർത്ഥിക്കാനാണ്. കർത്താവെ ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ മനസ്സ് തുറന്ന് അത് പ്രാർത്ഥിക്കണം. ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് ഏറ്റുപറയാം ഈശോയോട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ, മനേ നോബിസ്കും ദോമിനെ, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും. മേരി അലക്കോക്കിനോട് പറഞ്ഞ പ്രാർത്ഥന, കർത്താവെ യേശുവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരട്ടെ. ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ, ഭയമെല്ലാം എടുത്തു മാറ്റണമേ, ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. പറ്റിപ്പോയത് നമ്മൾ കണ്ടു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അസ്ഥികളുടെ, ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ താഴ്വാരം, ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നത് 47-ാം അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചു. ദൈവത്തിൻ്റെ ജീവജലത്തിൻ്റെ അരുവി ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് കുടിക്കുന്നവനിൽ നിന്ന് നിത്യജീവൻ്റെ ജലം നിർഗളിക്കും. ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു യോഹന്നാൻ 4, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം നമുക്ക് ദൈവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച് എസെക്കിയേൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വരണ്ട മേഖലകളിലും ദുഃഖങ്ങളിലും വേദനകളിലൊക്കെ ഈശോയുടെ കൃപയുടെ ജീവജ്വാല, ജീവനദി ഒഴുകട്ടെ എന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. മോക്ഷകവാടം തുറക്കും, രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം.
സ്വർഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ നിമിഷം ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്നെ അനുഗ്രഹിക്കാൻ പറ്റാത്ത വിധം എൻ്റെ വലതുകരം കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈശോ അവിടുത്തെ കൃപയുടെ വലതുകരം ഞങ്ങളുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി പാപികളും ബലഹീനരുമായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന നിമിഷം ഈശോയെ, ദിവ്യകാരുണ്യനാഥയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല വിശുദ്ധരോടും മാലാഖമാരോടും ഒന്ന് ചേർന്ന് കരങ്ങളുയർത്തി ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. കൈയടിച്ച് പാടാം. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഗെത്സമനി മുതൽ കാൽവരി വരെ ചൊരിഞ്ഞ
ഓരോ തുള്ളി രക്തത്തിൻ്റെയും അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അങ്ങയുടെ ജീവനും ജീവിതവും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഗെത്സമനി തോട്ടത്തിൽ വെച്ച് സമർപ്പിച്ച നിമിഷം അവിടുത്തെ ശരീരത്തിൽ നിന്നൊഴുകി വീണ ഓരോ തുള്ളി വെള്ളവും ഓരോ തുള്ളി രക്തവും ഈശോ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലംപതിച്ച നിമിഷം ആ രക്തത്തുള്ളികളുടെ യോഗ്യതകളാൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുത്തെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങളെ കർത്താവെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൽത്തൂണിൽ കെട്ടി ചമ്മട്ടികൾ കൊണ്ടടിച്ചപ്പോൾ കർത്താവെ, അവിടുത്തെ ശരീരത്തിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി രക്തത്തിൻ്റെയും വിലയേറിയ മഹത്വത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചപ്പോൾ കർത്താവെ, അവിടുത്തെ ശിരസിൽ നിന്നൊഴുകിയ ഓരോ തുള്ളി രക്തത്തിൻ്റെയും മഹത്വത്താൽ കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഏറ്റ പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും യോഗ്യതകളാൽ ഞങ്ങളോട് കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുന്ന് വഹിച്ച കുരിശിൽ കർത്താവെ, അവിടുന്ന് കുരിശിൻ്റെ യാത്രയിലുടനീളം കാൽവരി വരെ നടന്നു നീങ്ങിയപ്പോൾ അവിടുത്തെ ശരീരത്തിന് ഒഴുകിയ ഓരോ തുള്ളി രക്തത്തിൻ്റെയും മഹത്വത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോൾ ഈശോയെ, കൂർത്തുമൂർത്ത ആണികളിൽ നിന്ന് ഒഴുകി വീണ രക്തത്തുള്ളികൾ ഈശോയെ, അതിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുത്തെ കുരിശിൽ നാട്ടിക്കൊണ്ട് അവിടുന്ന് മരിച്ചോ ഇല്ലയോ എന്നറിയാൻ പടയാളി അവിടുത്തെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് അവസാനമായി ഒഴുകി വന്ന രക്തത്തുള്ളികളെയും ജലത്തെയും ഓർത്ത് അതിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്ന് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, തിരുരക്തത്തിൻ്റെ അഭിഷേകം ഈ മക്കളുടെ മേൽ നിറയട്ടെ. എല്ലാ മക്കളും തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സൗഖ്യമായി വിടുതലായി മാറട്ടെ. ഈശോയുടെ കൃപയൊഴുകട്ടെ. അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ശക്തമായ സാന്നിധ്യം ഒഴുകട്ടെ. എല്ലാ മക്കളുടെ മേലും അവിടുത്തെ കാരുണ്യം ഒഴുകട്ടെ. എല്ലാ മക്കളും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ആനന്ദം അനുഭവിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ ആരാധന, ആരാധന. ഭക്ത്യാവണ സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശേ നവ്യമേയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവീനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സുസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റുന്ന കരമടിച്ച് പാടാം. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ,
സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരെ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ. പരിശുദ്ധവല്ലാർ പാടത്തമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധവല്ലാർ പാടത്തമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.